തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സഹോദരങ്ങളെ, തിരുവചനം നമ്മളോട് പറയുന്നില്ലേ, ഭയപ്പെടേണ്ട. ക്രിസ്തു നമ്മളോട് വീണ്ടും പറയുകയാണ്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അച്ഛൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരിക്കലൊരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അച്ഛാ, ജീവിക്കണമെന്നില്ല അച്ഛാ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, മടുത്തു അച്ഛാ, പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു അച്ഛാ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിഷാദ രോഗം ഒത്തിരിയേറെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമ്മുടെ മനസ്സിനെ ഒത്തിരി പിടിച്ചു കുലുക്കുന്നുണ്ട്. പലപ്പോഴും അതൊരു തെറ്റായ ചിന്താഗതികളിലേക്ക് നമ്മുടെ മനസ്സ് പലപ്പോഴും പോകുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും, വിഷാദ രോഗം, ഡിപ്രഷൻ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പടർന്ന് പന്തലിച്ചു വരുന്നു. ഇതിനെതിരെ നമുക്ക് യേശുവിൻ്റെ വചനത്തിലൂന്നിയ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനായി സാധിക്കും. വിഷാദം വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ട്. നമ്മളതിനെ പറയും ഒരു ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. എൻ്റെ ജീവിതം പരാജയമായി പോയല്ലോ, അവനവനോട് തന്നെ ഒരു മതിപ്പില്ലായ്മ അനുഭവപ്പെടുക. എന്തിനാണ് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, അവസാനിപ്പിച്ച് കളയാമെന്ന് പോലും പലരും ചിന്തിച്ചു പോകുന്നു. ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന ആത്മഹത്യകളിൽ വിഷാദ രോഗത്തിന് വലിയ പങ്കുണ്ട്. അവിടെ യേശുവിനെ അനുഗമിക്കുന്ന നമ്മൾക്ക് യേശുവിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിഷാദ രോഗത്തിലേക്ക് നമ്മൾ പോകില്ല എന്നുള്ളത് ഒരു പരിധിവരെ തീർച്ചയാണ്. അതുകൊണ്ട് പ്രത്യാശ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. യേശുവിൻ്റെ വചനം പ്രത്യാശയാണ്. ഈ വചനത്തെ ധ്യാനിക്കാൻ, ഈ വചനത്തെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അച്ഛൻ എവിടെയോ വായിച്ചു തോർക്കുകയാണ്, അവസാനിച്ചെന്ന് പറയരുത്, ഒരു പൂവ് കൂടി വിരിയാനുണ്ട്, ഒരു കിളി കൂടെ ചിലയ്ക്കാനുണ്ട്, ആടുകൾക്കിനിയും ഇടയനുണ്ട്, അവൻ ഇനിയും അത്താഴമുണ്ട്, ഒടുവിലത്തേതെന്ന് പറയരുത്. യേശുവിൻ്റെ, ക്രിസ്തുവിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമുക്ക് വലിയ ആത്മബലമാകട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം.